പ്രസ് മീറ്റ് ആരംഭിച്ചിരിക്കുന്നു. മാധ്യമങ്ങളെ കാണുകയാണ്. പ്രകടന പത്രിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യുകയും അതനുസരിച്ച് എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ചെയ്യും. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് സഹകരിക്കുന്നവരും ആ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ട്. മുന്നണിയോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ചില കക്ഷികൾ അങ്ങനെ സ്ഥാനാർത്ഥി ലിസ്റ്റിലില്ല. പക്ഷേ അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടും. അതിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള മുന്നണിയിലെ അംഗമാണ് ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്ക് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രക്ഷോഭണ സമരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. തുടർന്ന് ഉള്ള മറ്റ് സഹകരിക്കുന്ന കക്ഷികളെപ്പോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കിനും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലാകെ സഹകരിക്കും. ആ ഫോർവേഡ് ബ്ലോക്കിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റികളിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിലും പ്രവർത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. മറ്റ് സഹകരിക്കുന്ന കക്ഷികളെല്ലാം ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ തന്നെ അവരുണ്ടാകുകയും ചെയ്യും. ഇതോടൊപ്പം ഞങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും, ചെയ്യാൻ കഴിയും, എന്തൊക്കെ തെറ്റ് തിരുത്താൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നേരിടുന്ന കേരളത്തിനെ അതിൻ്റെ തനതായ വളർച്ചയിലോട്ട് നയിക്കാൻ കഴിയുന്ന രീതിയിലും വികസന രംഗത്ത് മുരടിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തത്തോടുകൂടി മുന്നേറ്റം സൃഷ്ടിക്കാനും കഴിയണം എന്ന ധാരണയോടുകൂടി ഞങ്ങൾ ദീർഘസമയം ചർച്ച ചെയ്ത് ഒരു പ്രകടന പത്രികയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അത് കേരളം നേടിയ നേട്ടങ്ങളെല്ലാം തകർക്കുന്ന നടപടിയാണ് UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയം കേന്ദ്ര സർക്കാരാകട്ടെ ഏറ്റവും പിന്തിരിപ്പൻ നയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആഗോളവൽക്കരണ നയങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പിലാക്കുന്നതിനാണ് UDF സർക്കാർ പരിശ്രമിച്ചത്. കേന്ദ്ര സർക്കാരാവട്ടെ കേരളത്തിൻ്റെ ചുമതലകൾ പരിഗണിക്കുന്നതിൽ തയ്യാറായിട്ടില്ല. നേരത്തെ നൽകുമെന്ന് നിശ്ചയിച്ച വൻകിട പദ്ധതികൾ പോലും നൽകുന്നതിനോ തകർന്നു കിടക്കുന്ന കേരളത്തിൻ്റെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനോ തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ നിലവിലുള്ള നേട്ടങ്ങളെ നിലനിർത്തുകയും കോട്ടങ്ങളെ മറികടക്കുന്നതിനും പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾ കണക്കിലെടുത്തും ഒരു വികസന പരിപ്രേക്ഷ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുകയാണ്. വേണം നമുക്കൊരു പുതു കേരളം, മതനിരപേക്ഷ അഴിമതിരഹിത വികസിത കേരളം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് LDF ഉദ്ദേശിക്കുന്നത്. വേണം നമുക്കൊരു പുതു കേരളം, മതനിരപേക്ഷ അഴിമതിരഹിത LDF അഴിമതിരഹിത വികസിത കേരളം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് LDF ഉദ്ദേശിക്കുന്നത്. അതിനിണങ്ങുന്ന കാര്യപരിപാടിയാണ് പ്രകടന പത്രികയിലൂടെ അവതരിപ്പിക്കുന്നത്. 35 ഇന കർമ്മ പദ്ധതികളും
അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള 600 നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പ്രകടന പത്രിക. 35 കർമ്മ പദ്ധതികളും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള 600 നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പ്രകടന പത്രിക. 35 പരിപാടി. അതിലൊന്ന് 25 ലക്ഷം പേർക്ക് തൊഴിൽ. IT, ടൂറിസം മേഖലകളിലും ഇലക്ട്രോണിക്സ് തുടങ്ങിയ ആധുനിക വ്യവസായ മേഖലകളിലുമായി അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് 5 വർഷം കൊണ്ട് 10 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇതോടൊപ്പം കൃഷി, കെട്ടിട നിർമ്മാണം, വാണിജ്യം, ചെറുകിട വ്യവസായം തുടങ്ങിയ മേഖലകളിലുമായി 15 ലക്ഷം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. ആയിരത്തഞ്ഞൂറ് സ്റ്റാർട്ടപ്പുകൾ വർഷം തോറും 1000 നൂതന ആശയങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം പ്രോത്സാഹനം SC/ST വിഭാഗങ്ങൾ ആരംഭിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് കൊണ്ടുവരും. 1 കോടി അധിക ചതുരശ്ര അടി IT പാർക്ക്. കേരളത്തിലെ IT പാർക്ക് വിസ്തൃതി 1.3 കോടി ചതുരശ്ര അടിയിൽ നിന്നും 2.3 കോടി ചതുരശ്ര അടിയായി വർദ്ധിപ്പിക്കും. വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കും. കേരളത്തിൽ വരുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം 12 ലക്ഷത്തിൽ നിന്നും 5 വർഷം കൊണ്ട് 24 ലക്ഷമായി ഉയർത്തും. പൊതുമേഖല ലാഭത്തിൽ. പൊതുമേഖലയെ വീണ്ടും പുനരുദ്ധരിക്കും. ഉൽപ്പാദനശേഷിയിൽ 50% വർധനവ് സൃഷ്ടിക്കും. പ്രകൃതിവാതക പൈപ്പ് ലൈൻ പൂർത്തീകരിക്കൽ. വാതക പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചുകൊണ്ട് കൊച്ചി പ്രകൃതിവാതക ടെർമിനലിനെ ദേശീയവാതക ഗ്രിഡുമായി ബന്ധിപ്പിക്കും. അതുവഴി താപോർജ അധിഷ്ഠിത വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടും. ഇലക്ട്രോണിക് ഹാർഡ്വെയർ വ്യവസായ വികസനം. കെൽട്രോൺ പുനരാരംഭിക്കും. ആമ്പല്ലൂർ ഇലക്ട്രോണിക് ഹാർഡ്വെയർ പാർക്ക് പൂർത്തീകരിക്കും. ഈ മേഖലയിൽ ഒരു ദേശീയ ഹബ്ബായി കേരളത്തിനെ മാറ്റും. മൂല്യവർദ്ധിത വ്യവസായങ്ങൾ. കൃഷിക്കാരുടെ പ്രൊഡ്യൂസർ കമ്പനികളുടെ ആഭിമുഖ്യത്തിൽ നാളികേരം, റബ്ബർ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങി കാർഷിക വിഭവങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായ ശൃംഖലയ്ക്ക് രൂപം നൽകും. കാർഷിക വരുമാന ഉറപ്പ്. കർഷകർക്ക് മിനിമം വരുമാനം ഉറപ്പുവരുത്തുന്ന പദ്ധതി ആരംഭിക്കും. ക്ഷേമ പദ്ധതികൾ കൂടുതൽ വിപുലീകരിക്കും. എല്ലാ പഞ്ചായത്തുകളിലും ലേബർ ബാങ്ക് പോലുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കും. കർഷക തൊഴിലാളികൾക്ക് ആധുനിക കൃഷി സങ്കേതങ്ങളിൽ പരിശീലനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തും. നെൽവയലുകൾക്ക് റോയൽറ്റി നൽകും. കൃഷിക്കായി കൂടുതൽ തുക നീക്കിവയ്ക്കും. റബ്ബറിൻ്റെ റീപ്ലാന്റിംഗ് സബ്സിഡി ഹെക്ടറിന് 1 ലക്ഷം രൂപയായി ഉയർത്തും. വിലയോട് ബന്ധപ്പെടുത്തി റബ്ബർ കൃഷിക്കാർക്ക് വരുമാനം ഉറപ്പുവരുത്താൻ ഏക്കർ അടിസ്ഥാനത്തിൽ സബ്സിഡി നൽകും. ഇതിനായി കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തും. ആവശ്യമെങ്കിൽ വമ്പിച്ച ജനകീയ പ്രക്ഷോഭത്തിന് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുക്കും. സംസ്ഥാന സർക്കാരും ഈ സബ്സിഡിയുടെ ഭാരത്തിൽ ഒരു ഭാഗം വഹിക്കും. റബ്ബർ ലാറ്റക്സും റബ്ബർ ഷീറ്റും കാർഷിക ഉൽപ്പന്നവുമായി പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. റബ്ബർ ഇറക്കുമതി നിയന്ത്രിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തും. മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിൻ്റെ അന്തിമ വിലയുടെ ഒരു അംശം കർഷകന് ലഭിക്കത്തക്ക വിധം ആവശ്യമായ നിയമപരിരക്ഷ ഉറപ്പുവരുത്താൻ ഇടപെടും. തോട്ടവിള കൃഷിക്കാരുടെ പ്രൊഡ്യൂസർ കമ്പനികൾ രൂപീകരിക്കും. അവയുടെ ആഭിമുഖ്യത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പാദനം നടത്തും. ഇതിനാവശ്യമായ ഉദാരമായ ധനസഹായം നൽകുന്നതിന് സർക്കാർ നൽകും. ഇതിനായി പ്രത്യേകം വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കും. റബ്ബർ മരങ്ങളെ വിൽപ്പന നികുതിയിൽ നിന്ന് 3 വർഷത്തേക്ക് ഒഴിവാക്കും. റോഡ് നിർമ്മാണത്തിലും ഇതര നിർമ്മാണ പ്രവർത്തനങ്ങളിലുമുള്ള റബ്ബറിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കും. വൻകിട റബ്ബർ വ്യവസായം കേരളത്തിൽ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കും.
നാളികേര കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കും. മറ്റ് വൻകിട പ്രോജക്റ്റുകൾ: വിഴിഞ്ഞം ഹാർബർ, അഴീക്കൽ, ബേപ്പൂർ, പൊന്നാനി, തങ്കശ്ശേരി തുടങ്ങിയ ചെറുകിട തുറമുഖങ്ങൾ, ലൈറ്റ് മെട്രോ, കണ്ണൂർ വിമാനത്താവളം, കൊച്ചി മെട്രോ, സ്മാർട്ട് സിറ്റി തുടങ്ങിയ പ്രോജക്റ്റുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. വൈദ്യുതി ഉൽപ്പാദനം: 1200 മെഗാവാട്ട് ശേഷിയുള്ള തെർമൽ നിലയം, 300 മെഗാവാട്ട് ജലവൈദ്യുതി, 1000 മെഗാവാട്ട് സോളാർ വൈദ്യുതി എന്നീ നിലകളിൽ ഉൽപ്പാദന ശേഷി കൈവരിക്കും. ജലസുരക്ഷാ ക്യാമ്പയിൻ: ജലസുരക്ഷയ്ക്ക് വേണ്ടി ഒരു ബൃഹത് ക്യാമ്പയിൻ ആരംഭിക്കും. മൈക്രോ നീർത്തടം മുതൽ നദീതടം വരെ സമഗ്രമായ മണ്ണ് ജലസംരക്ഷണ നടപടികൾ ആവിഷ്കരിക്കും. അന്തർ സംസ്ഥാന നദീജല കരാറുകൾ സമയബന്ധിതമായും കാലോചിതമായും പുനരവലോകനം ചെയ്യുന്നതിനു വേണ്ടി ഒരു സ്ഥിരം കർമ്മസേന ഉണ്ടാക്കും. ഭക്ഷ്യസുരക്ഷ: പച്ചക്കറി, മുട്ട, പാൽ എന്നിവയിൽ സ്വയം പര്യാപ്തത കൈവരിക്കും. തീരദേശ പാക്കേജ്: 5000 കോടിയുടെ തീരദേശ പാക്കേജ് പ്രഥമമായത് തീരദേശ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനമാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ സൂചകങ്ങളിൽ സംസ്ഥാന നിലവാരത്തിനൊപ്പം എത്തുന്നതിന് മാതൃകാ മത്സ്യഗ്രാമ പദ്ധതി നടപ്പിലാക്കും. പരമ്പരാഗത വ്യവസായ സംരക്ഷണം: കയർ, കൈത്തറി, പനമ്പ്, ഖാദി, കശുവണ്ടി, ചെത്ത് തുടങ്ങിയ പരമ്പരാഗത വ്യവസായ മേഖലകളെ തൊഴിൽ സംരക്ഷിച്ചുകൊണ്ട് നവീകരിക്കും. പരമ്പരാഗത വ്യവസായങ്ങൾക്കായി പ്രത്യേക വകുപ്പ് ആരംഭിക്കും. റോഡ് വികസനം: ദേശീയപാത 4 വരിയാക്കും. സംസ്ഥാന പാതകളും ജില്ലാ റോഡുകളും BM&BCയിൽ പുതുക്കിപ്പണിയും. ഗ്രാമീണ റോഡുകൾ ഒറ്റത്തവണ പുനരുദ്ധരിക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. എല്ലാ ബൈപ്പാസുകളും പൂർത്തീകരിക്കും. കേരളത്തിൽ ഘട്ടം ഘട്ടമായി സ്മാർട്ട് റോഡ് പദ്ധതി നടപ്പാക്കും. ജലപാതകൾ: ദേശീയ ജലപാതകൾ പൂർത്തീകരിക്കും. ജലപാത നിർമ്മാണം പൂർത്തീകരിക്കും. കേരളത്തിലെ തുറമുഖങ്ങളുമായി ബന്ധിപ്പിച്ച് ജലമാർഗമുള്ള ചരക്ക് ഗതാഗതം ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ അതിവേഗ ഫെറി സർവീസ് ആരംഭിക്കാൻ പഠനം നടത്തും. റെയിൽവേ: നിർദ്ദിഷ്ട പുതിയ റെയിൽവേ ലൈനുകൾ പൂർത്തീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തും. സംസ്ഥാനത്ത് നിലവിലുള്ള 2 വരി റെയിൽപാത 4 വരി പാതയാക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേയുമായി ചേർന്ന് സംയുക്ത കമ്പനി ഉണ്ടാക്കും. ഇരട്ടിപ്പിക്കുന്ന പാത അതിവേഗ ട്രെയിൻ ഓടിക്കാൻ സജ്ജമാക്കാൻ ശ്രമിക്കും. ശുചിത്വ കേരളം: കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമാക്കി മാറ്റും. ഇതിനായി ഒരു ജനകീയ ക്യാമ്പയിൻ രൂപം നൽകും. പാർപ്പിടം: ഭൂരഹിതർക്കെല്ലാം കിടപ്പാടമെങ്കിലും ലഭ്യമാക്കും. EMS പാർപ്പിട പദ്ധതി, MN ലക്ഷം വീട് പദ്ധതി എന്നിവ പുനരുജ്ജീവിപ്പിച്ച് 5 വർഷം കൊണ്ട് എല്ലാവർക്കും വീടും കക്കൂസും ഉറപ്പുവരുത്തും. ആരോഗ്യമേഖല: നിലവിലുള്ള സ്റ്റാഫ് പാറ്റേൺ പുനഃപരിശോധിക്കുകയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും എണ്ണം ഇരട്ടിയായി ഉയർത്തുകയും ചെയ്യും. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ഉയർത്തും. ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള സൗകര്യം കാത്ത് ലാബും താലൂക്ക് ആശുപത്രികൾ വരെ സ്ഥാപിക്കും. താലൂക്ക് ആശുപത്രികളിൽ അർബുദരോഗ പരിശോധന സംവിധാനമുണ്ടാക്കും. ആയുർവേദ സർവകലാശാല സ്ഥാപിക്കും. 500 കോടി രൂപ മുതൽ മുടക്കി ഏറ്റവും ആധുനികമായ ലബോറട്ടറിയും ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കും. സ്കൂൾ വിദ്യാഭ്യാസം അന്തർദേശീയ നിലവാരത്തിലേക്ക് 8 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ ഹൈടെക് ആക്കും. പൂർവ്വ വിദ്യാർത്ഥികളെയും അഭ്യുദയകാംക്ഷികളെയും സഹകരണത്തോടെ 1000 പൊതുവിദ്യാലയങ്ങൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തും. മികവിൻ്റെ കേന്ദ്രങ്ങൾ: സർവകലാശാല കേന്ദ്രങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റും. സഹകരണ സ്ഥാപനങ്ങൾ, ട്രസ്റ്റുകൾ തുടങ്ങിയവ സാമൂഹ്യ സംരംഭങ്ങൾ സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വിപുലീകരിക്കും. പട്ടികജാതി പട്ടികവർഗക്ഷേമം: ഊരുകൂട്ടങ്ങൾക്ക് പദ്ധതി ആസൂത്രണത്തിൽ പൂർണ്ണ അധികാരം ഉറപ്പുവരുത്തും. മേൽനോട്ടാധികാരവും നൽകും. പട്ടികജാതി വികസന ഫണ്ടിൻ്റെ വിനിയോഗം സംബന്ധിച്ച് എല്ലാ തലങ്ങളിലും മേൽനോട്ട സമിതികൾക്ക് രൂപം നൽകും. ജനകീയ ആസൂത്രണം:
ജനകീയാസൂത്രണത്തിൻ്റെ 2ാം പതിപ്പ് ആരംഭിക്കും. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക വകുപ്പ് ആരംഭിക്കും. ജെൻഡർ ബഡ്ജറ്റിംഗ് പുനഃസ്ഥാപിക്കും. കുടുംബശ്രീയെ ഗ്രാമസഭകളുടെ ഉപഘടകങ്ങളാക്കി മാറ്റും. കുടുംബശ്രീക്ക് 4% പലിശയ്ക്ക് വായ്പ ഉറപ്പുവരുത്തും. സാംസ്കാരിക നവോത്ഥാനം, സാംസ്കാരിക മേഖലയ്ക്കുള്ള ബഡ്ജറ്റ് വിഹിതം ഗണ്യമായി ഉയർത്തും. വിദ്യാഭ്യാസ ബഡ്ജറ്റിൻ്റെ 1% ലൈബ്രറികൾക്ക് ഗ്രാൻഡായി നൽകും എന്നുറപ്പുവരുത്തും. ലൈബ്രറികളെ ഡിജിറ്റലൈസ് ചെയ്യും. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾക്ക് ധനസഹായം നൽകും. സ്കൂൾ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ എല്ലാ കലകളിലും കുട്ടികൾക്ക് പരിശീലിക്കാൻ സൗകര്യം സൃഷ്ടിക്കും. പരിസ്ഥിതി സൗഹൃദ കേരളം, മണ്ണും ജലവും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നതിന് ജനപങ്കാളിത്തത്തോടെ നീർത്തട അടിസ്ഥാനത്തിൽ പദ്ധതികൾ തയ്യാറാക്കും. തണ്ണീർത്തട നിയമം കർശനമായി നടപ്പിലാക്കും. ജലാശയങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നടപ്പിലാക്കും. പ്രവാസികൾ വികസന നിധി ആരംഭിക്കും. ഈ നിധിയിൽ നടത്തുന്ന നിക്ഷേപം ഉപയോഗിച്ച് ആരംഭിക്കുന്ന വ്യവസായശാലകളിൽ പ്രവാസി തിരിച്ചു വരുമ്പോൾ യോഗ്യതകളുണ്ടെങ്കിൽ ജോലിക്ക് അർഹതയുണ്ടാവും. തിരിച്ചു വരുന്നവർക്ക് വിപുലമായ പുനരധിവാസ പദ്ധതി ആവിഷ്കരിക്കും. പൊതുവിതരണം, കേരളത്തിലെ BPL പരിധി ഗണ്യമായ ഒരു വിഭാഗം പാവപ്പെട്ടവരെ പൊതുവിതരണത്തിൽ നിന്ന് പുറത്താക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. AAY BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി അരി വിതരണം ചെയ്യും. വിവിധ അസംഘടിത മേഖല തൊഴിലാളി വിഭാഗങ്ങളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും BPL ആയി പരിഗണിച്ച് അവർക്ക് കൂടി സൗജന്യ റേഷൻ നൽകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കും. പൊതുവിതരണം ശക്തിപ്പെടുത്തും. അടച്ചുപൂട്ടിയ ന്യായവില കടകൾ തുറക്കും. സിവിൽ സപ്ലൈസ് കൺസ്യൂമർ ഫെഡ് കടകളിൽ അടുത്ത 5 വർഷത്തേക്ക് വില വർദ്ധിപ്പിക്കില്ല. വിശപ്പില്ല കേരളം, ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാത്ത ഒരാൾ പോലും കേരളത്തിലുണ്ടാവില്ല. ന്യായവിലയ്ക്ക് നല്ല ഭക്ഷണം നൽകുന്ന ഹോട്ടലുകളുടെ ശൃംഖല സൃഷ്ടിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂൺ 1 മുതൽ എല്ലാ പെൻഷനുകളും 1000 രൂപയായി ഉയർത്തും. തുടർന്നുള്ള വർഷങ്ങളിൽ വർധനവ് വരുത്തി കൊണ്ടിരിക്കും. അർഹരായ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും പെൻഷൻ നൽകും. കുടിശ്ശികയില്ലാതെ മാസം തോറും പെൻഷൻ വീട്ടിലെത്തിക്കും. എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും സമ്പൂർണ്ണ ആരോഗ്യ ഇൻഷുറൻസ് എല്ലാവർക്കും ലഭ്യമാക്കും. കേരളത്തിൻ്റെ ബാങ്ക്, ജില്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റേതായ ഒരു വൻകിട ബാങ്കിങ്ങിന് രൂപം നൽകും. സഹകരണ മേഖലയിൽ ദ്വിതല സമ്പ്രദായമായിരിക്കും. അഴിമതിക്ക് അന്ത്യം കുറിക്കും. സദ്ഭരണം ഉറപ്പാക്കും. 2ാം ഭരണപരിഷ്കാര കമ്മീഷൻ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും. ഗവേൺസ് ഫലപ്രദമാക്കും. എല്ലാ പരാതികളിലും പ്രശ്നങ്ങളിലും 30 ദിവസത്തിനകം സർക്കാർ തലത്തിൽ തീർപ്പുണ്ടാക്കും. പരാതികളോ ആവശ്യങ്ങളോ തള്ളപ്പെട്ടാൽ അവ പുനഃപരിശോധിച്ച് വ്യക്തത ഉണ്ടാക്കുന്നതിന് ജനപങ്കാളിത്തത്തോടെയുള്ള സംവിധാനം ഒരുക്കും. സെക്രട്ടേറിയറ്റ് അടിസ്ഥാനമായ സംവിധാനം മാറ്റി കേന്ദ്ര സർക്കാരിനെ പോലെ ഡയറക്ടറേറ്റ് രീതിയിൽ വികേന്ദ്രീകൃതവും ഫലപ്രദവുമായ സംവിധാനം കൊണ്ടുവരും. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഇത്. എല്ലാ സർക്കാർ സേവനങ്ങളും ഏകജാലകത്തിലൂടെ ലഭ്യമാക്കുന്ന സേവന കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തും. വിവരാവകാശ നിയമം ഫലപ്രദമായി നടപ്പിലാക്കും. യുവാക്കളുടെ പ്രശ്നങ്ങൾ, അപ്രഖ്യാപിത നിയമന നിരോധനം പിൻവലിക്കും. തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്ന രീതി അവസാനിപ്പിക്കും. അഡ്വൈസ് മെമ്മോ ലഭിച്ച് 90 ദിവസത്തിനകം നിയമന ഉത്തരവ് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തും. ഓരോ വകുപ്പിലും ഉണ്ടാകുന്ന ഒഴിവുകൾ 10 ദിവസത്തിനകം PSCയെ അറിയിക്കുമെന്ന് ഉറപ്പുവരുത്തും. ഭാഷ, ഭരണഭാഷ മലയാളമാക്കുന്നതിനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തും. ഗവേൺസ് മലയാളത്തിൽ തന്നെ നടപ്പിലാക്കുന്നതിനുള്ള ഇടപെടൽ നടത്തും. കോടതി ഭാഷ മലയാളമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. തൊഴിൽ പരീക്ഷകൾ, മെഡിക്കൽ, എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾ എന്നിവ മലയാളത്തിൽ എഴുതാൻ അവസരമുണ്ടാക്കും. ഗവേഷണ പ്രബന്ധങ്ങളടക്കം മലയാളത്തിൽ സമർപ്പിക്കുന്നതിന് സംവിധാനമുണ്ടാക്കും. ബിരുദതലം വരെ മലയാളം പഠനം നിർബന്ധമാക്കും. ബന്ധഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷ് പഠനം
ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കും. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും. മാധ്യമരംഗം പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമനിധി ഫലപ്രദമാക്കും. സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തന പഠന കോഴ്സുകൾ പൊതുരൂപം നൽകും. അപ്പർ പ്രൈമറി തലം മുതൽ പാഠ്യപദ്ധതിയിൽ മാധ്യമ സാക്ഷരത ഉൾക്കൊള്ളിക്കും. മാധ്യമ പഠനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഒരു കടമയായി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും. മാധ്യമ പഠനങ്ങൾക്ക് സർവകലാശാലകളിൽ വേറിട്ട വകുപ്പുകൾ ആരംഭിക്കും. ഈ രംഗത്ത് ബിരുദാനന്തര കോഴ്സുകൾ നടപ്പിലാക്കും. വൈദ്യുതി ബോർഡിൻ്റെ തൂണുകൾ ഉപയോഗിച്ച് ഡിജിറ്റൽ കേരള നെറ്റ്വർക്ക് സ്ഥാപിക്കും. 5 വർഷത്തിനുള്ളിൽ 100 രൂപയ്ക്ക് വീട്ടിലും 300 രൂപയ്ക്ക് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്കും 1000 രൂപയ്ക്ക് വ്യവസായ സ്ഥാപനങ്ങൾക്കും ഇൻ്റർനെറ്റ് കണക്ഷൻ ഇതിലൂടെ ലഭ്യമാക്കും. ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർക്ക് പ്രത്യേക പരിഗണന നൽകുകയും വാടക കുറയ്ക്കുകയും ചെയ്യും. ജീവനക്കാരുടെ മേഖല EK നായനാർ അധ്യക്ഷനായുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കും. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലാക്കണമെന്ന ശമ്പള കമ്മീഷൻ്റെ നിർദ്ദേശം തള്ളിക്കളയും. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കും. ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിന് കൃത്യമായ മാനദണ്ഡം ഉണ്ടാക്കും. സ്റ്റേറ്റ് സിവിൽ സർവീസ് കേഡർ രൂപീകരിക്കും. അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുതകുന്ന സമഗ്രമായ നിയമനിർമ്മാണം കൊണ്ടുവരും. സ്വാശ്രയ സ്ഥാപനങ്ങളിൽ സാമൂഹ്യ നിയന്ത്രണവും അക്കാദമിക് മികവും ഉറപ്പുവരുത്തും. മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കുന്നതിന് ഉതകുന്ന നയം ആവിഷ്കരിക്കും. സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ മാതൃകയിൽ അതിവിപുലമായ ജനകീയ ബോധവൽക്കരണ പ്രസ്ഥാനം മദ്യവർജനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കും. നിലവിലുള്ള സംവരണം സംരക്ഷിക്കും. മുന്നോക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്ക് 10% സംവരണം ഏർപ്പെടുത്തുന്നതിന് സമ്മർദ്ദം ചെലുത്തും. SC/ST സംവരണം സ്വകാര്യ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തും. നിലവിലുള്ള പട്ടികജാതിക്കാരുടെ ആനുകൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ദളിത് ക്രൈസ്തവർക്ക് പട്ടികജാതിക്കാർക്കുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് ഇടപെടും. വാണിജ്യ മിഷൻ രൂപീകരിക്കും. കേരളത്തിൽ മണൽ, ക്വാറി തുടങ്ങിയ മേഖലയിൽ സർക്കാർ ഇടപെടും. പൊതുജനങ്ങൾക്ക് സഹായ വിലയ്ക്കും വൻകിട നിർമ്മാണത്തിന് മാർക്കറ്റ് വിലയ്ക്കും ഇവ ലഭ്യമാക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളെ മെട്രോ സിറ്റിയായി വളർത്തിയെടുക്കും. തലസ്ഥാന വികസനത്തിന് പ്രത്യേക ശ്രദ്ധ ഉണ്ടാകും. മലബാർ വികസനത്തിന് പ്രത്യേകിച്ച് കാസർഗോഡ്, വയനാട് പോലുള്ളവയ്ക്ക് പ്രത്യേക പരിഗണന നൽകും. ട്രാൻസ്ജെൻഡർ വിഭാഗം, ഭിന്നശേഷിക്കാർ, ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകും. ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടും. കുടുംബശ്രീയുടെ നീക്കിയിരിപ്പ് 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി കായിക രംഗം ഉപയോഗിക്കുന്ന ബൃഹത് പദ്ധതിക്ക് രൂപം നൽകും. ഗ്രാമീണ മേഖലയിലെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതി കൊണ്ടുവരും. വർഗീയ പ്രചരണങ്ങളെയും സംഘർഷങ്ങൾ കുത്തിപ്പൊക്കാനുള്ള ശ്രമങ്ങളെയും ശക്തമായി നേരിടും. മതനിരപേക്ഷതാ സംസ്കാരം ഉറപ്പുവരുത്തുന്നതിന് സംവിധാനം ഉണ്ടാക്കും. ബജറ്റ് ചെലവ് ഇന്നുള്ളതിൽ നിന്നും ഗണ്യമായി ഉയർത്തി സംസ്ഥാന വരുമാനത്തിൻ്റെ 17-18% മിനിമം കൂലി 500 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. എല്ലാ താലൂക്കുകളിലും കുടുംബ കോടതി സ്ഥാപിക്കും. പരിസ്ഥിതി കോടതി ട്രിബ്യൂണൽ ആരംഭിക്കും. നോക്കുകൂലിക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കും. തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ച് തൊഴിലാളികൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തും. ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാവർക്കും കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, പാർപ്പിടം, സാമൂഹ്യ സുരക്ഷ എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശ്രമിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച്
തൊഴിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം വികസനത്തിന് അടിത്തറ ഒരുക്കുന്ന വിധം കാർഷിക വ്യാവസായിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്നതിനുമുള്ള കാര്യക്ഷമമായ ഇടപെടലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിഭാവനം ചെയ്യുന്നു. നടപ്പാക്കുന്ന രീതി: അധികാരമേറ്റ ഉടനെ ഇത് നടപ്പിലാക്കുന്നതിന് ഒരു കലണ്ടർ തയ്യാറാക്കും. ഓരോ വർഷവും നടന്ന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. ഇത് സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അവസരങ്ങൾ നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള പോരായ്മകൾ തിരുത്തി കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഏർപ്പാട് സ്വീകരിക്കും. അങ്ങനെ ഈ 600 നിർദ്ദേശങ്ങളും അതിൽ 35 പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുന്ന സ്ഥിതിയിലുള്ള ഒരു പ്രകടന പത്രിക. ഈ പ്രകടന പത്രിക ഞങ്ങൾ ഇന്ന് ഇവിടെ റിലീസ് ചെയ്യുന്നു. ഇരുന്നിട്ടാണോ കാണിക്കുന്നത്? ഇതാണ് പ്രകടന പത്രിക. അവർക്കറിയാം. കണ്ണീർ വെള്ളം കുടിച്ചു വെള്ളം കുടിപ്പിക്കുകയല്ല. 600 എണ്ണം വരുമ്പോൾ വെള്ളം കുടിക്കും. ഇനി പ്രകടന പത്രികയെല്ലാം നിങ്ങൾക്ക് കിട്ടും. കൊടുത്തേ ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് വേറെ ഒന്നുമില്ലല്ലോ ഇനി പറയാം. എല്ലാവർക്കും വേണം എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഈ പ്രകടന പത്രികയുടെ പ്രചരണത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനും വേണ്ടി മാധ്യമങ്ങളുടെ എല്ലാ സഹായ സഹകരണവും ഉണ്ടാകണം. ഈ ബാറ് പൂട്ടി എന്നൊക്കെ പറയുന്നത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. തുറന്നല്ലോ. അങ്ങനെ കേരളത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. തുറന്നല്ലോ. ഇപ്പം തന്നെ 8 എണ്ണം തുറന്നത് ന്യായമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇനി 600 പരം ബാറുകൾക്ക് എല്ലാ വൈനും അതിലുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. ബിയറും വൈനും അത് മദ്യം തന്നെയാണ് ഇതെല്ലാം. പക്ഷെ നാട്ടിൽ നിരന്തരമായിട്ട് ഒരു കളവ് പറഞ്ഞ് മദ്യനിരോധനം ഏർപ്പെടുത്തി എന്നൊരു കാഴ്ചപ്പാടുണ്ടാക്കുക. ഏത് കാലത്തേക്കാളും മദ്യം ഇവിടെ ഒഴുകുകയാണ്, വ്യാജമദ്യവും ഒഴുകുകയാണ്. ഇങ്ങനെ ഒരു കാലം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അത്തരം രീതിയിൽ അതിൽ തന്നെ 1000-ൽ പരം കോടി രൂപ 1500 പരം കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായി. ഉപഭോഗം വർദ്ധിച്ചു. അപ്പോൾ ഒരു കളവ് പറഞ്ഞിട്ട് ഒരു ചോദ്യമാണ് വരുന്നത്. അതുകൊണ്ട് അതൊരു വിഷയമായിരിക്കുന്നില്ല. ഞങ്ങൾ ഇതിന് കൃത്യമായി തന്നെ ഈ മദ്യരംഗത്ത് അത് കുറച്ചു കൊണ്ടുവരാനുള്ള ക്രിയാത്മകമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് വരും. അതല്ലേ പറഞ്ഞ അത് അടച്ചില്ലല്ലോ. അവിടെ വൈനും എന്താ ബിയറും അല്ലേ അവിടെ കച്ചവടം. അതെ ഞാനീ പറയുന്നത് അതിലേതെന്നുള്ളതല്ല. ഞങ്ങൾ മദ്യ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗവും സ്വീകരിക്കും. അത് പറഞ്ഞു. അതുകൊണ്ട് ഒരു കാര്യം ഇക്കാര്യങ്ങളിലില്ല. ഇപ്പം തന്നെ അതെല്ലാം കൊടുക്കാനുള്ള ഒരു സംവിധാനവും കൂടി ഉണ്ടാക്കുന്നു. ഈ ഏതാനും ദിവസമേ ഉള്ളൂ. ആ ദിവസത്തിനകം ഇനി അത്ര ബാറ് വരുമെന്ന് ആർക്കറിയാം. സമയത്ത് പോലും കാസർഗോഡ് ചോദിച്ച വ്യക്തമായ ചോദ്യമായിരുന്നു
വില കിട്ടുന്ന നാട്ടിൽ ഉൾപ്പെടെ കിട്ടുന്ന സംവിധാനങ്ങളുള്ള ബാറുകൾ തുറക്കുമോ എന്ന ചോദ്യത്തിന് ഒരു കൃത്യമായ മറുപടി പറയാൻ അങ്ങനെ അടച്ചെങ്കിലല്ലേ തുറക്കുമോ എന്ന് ചോദിക്കണതിന് അർത്ഥമുള്ളൂ. അടക്കാത്ത ബാർ എങ്ങനെയാ? അടച്ചടച്ചെന്ന് പറയുക, ഏറ്റവും വലിയ വരുമാനം ഉണ്ടാക്കുക, മദ്യം ഒഴുക്കുക, വ്യാജമദ്യവും വരിക, ഇതെല്ലാം ഈ നാട്ടിൽ വന്നിട്ട് തിരിച്ചു നിന്നൊരു ചോദ്യമാണ്. അടച്ചത് തുറക്കുമോ? അടയ്ക്ക്, എന്നിട്ട് അതിനെ കുറിച്ച് ആലോചിക്കാം. പിന്നെ അല്ല, ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ ഇവിടുത്തെ വസ്തുത എന്താണെന്ന് നിങ്ങൾക്ക് ഞങ്ങൾക്കും അറിയാം. അല്ലല്ല, പൂട്ടിയിട്ടില്ല എന്നാ ഞങ്ങളുടെ നിലപാട്. ഇവിടെ ഒരു ഷാപ്പും പൂട്ടിയിട്ടില്ല. പിന്നെ പേര് മാറ്റി അതേ ഇടപാട് നടത്തുകയാണ്. അതാണ്. നമ്മൾ പറഞ്ഞിട്ടല്ലോ. അല്ല, അത് പ്രായോഗികമായി എന്താണെന്ന് നമുക്ക് ഞങ്ങള് അല്ല, ഇതിലിപ്പോ വളരെ വ്യക്തമല്ലേ, ഈ ബാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞു മദ്യ ഉപഭോഗം കുറച്ചു കൊണ്ടുവരാനുള്ള ഏത് മാർഗവും ജനകീയ പങ്കാളിത്തത്തോടു കൂടി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം എന്താണ് ഇത് ചെയ്യാൻ കഴിയുക? അതേ വാക്ക് അതേ വായിൽ നിന്ന് നിയമം കൊണ്ട് സാധിക്കില്ല. വേറെ കാര്യങ്ങളുണ്ട്. മദ്യത്തിനെയും കുറിച്ചും മാത്രം പറയുമ്പോൾ ഇവിടെ നടക്കുന്ന വമ്പിച്ച രീതിയിലുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളുണ്ട്. അവയെയും നിയന്ത്രിക്കണമെന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന് പ്രായോഗികമായ നടപടിയെടുക്കും. എല്ലാ വിദ്യാലയങ്ങൾ 8ാം ക്ലാസ്സോ അതിനും കൂടി താഴെ വരെയും ഇത് ഉപയോഗിക്കുകയാണ്. വലിയ മാഫിയ സംഘം നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരക്ഷരം പോലും ആളുകൾ പറയുന്നില്ല ഇത്ര വലിയ കൊള്ള നടക്കുന്നതിനെതിരായിട്ട്. വളരെ ബോധപൂർവമാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. അതൊക്കെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി ശക്തിയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അത് പുനഃപരിശോധിക്കും. അത് തൊഴിലാളികൾ ജീവനക്കാർക്ക് അനുകൂലമായി അത്തരം കാര്യങ്ങൾ പുനഃപരിശോധിക്കാനുള്ള ബാധ്യതയും ഞങ്ങൾക്കുണ്ട്. പുനഃപരിശോധിക്കുകയും ചെയ്യും. അതല്ലേ പരിശോധിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഉടനെ തന്നെ അത് അവസാനിപ്പിക്കുമെന്ന് ഞങ്ങൾ പറയും. ഓട്ടോണമസ് കോളേജിൻ്റെ ഒരു പ്രത്യേകത, ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വലിയ തട്ടിപ്പ് നടക്കുന്നതിന് ഞങ്ങളെതിരാണ്. അത് മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുമെന്ന് പറയുമ്പോൾ ഈ ഓട്ടോണമസ് കോളേജ് അല്ലെങ്കിൽ സർവകലാശാലകൾ വരുന്നത് മികവിൻ്റെ കേന്ദ്രങ്ങളാക്കണമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഒരിടത്തും മികവിൻ്റെ കേന്ദ്രങ്ങളായിട്ടല്ല അത് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അതേ രീതിയിൽ കണ്ട് അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അതെന്താണെന്ന് അന്വേഷിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ വിദ്യാഭ്യാസ രംഗത്ത്. ആരോടും ഒരു പ്രതികാര ബോധത്തോടു കൂടിയല്ലോ നീങ്ങുന്നത്. ശരി, അവർക്ക് ഇഷ്ടമുള്ളത് എഴുതും. അതിനല്ലേ ഒരു കഥ അറിയുന്നുണ്ട്. എല്ലാവർക്കും ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകി അടിസ്ഥാന സൗകര്യ വികസനത്തിനും കാർഷിക മേഖലയ്ക്കടക്കം ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകടന പത്രിക LDF അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ സമഗ്രമായ വിലയിരുത്തലുകളിലേക്കും ഒപ്പം
സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലൊക്കെയുമുള്ള കേരളത്തിൻ്റെ അടിസ്ഥാന വികസനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന പല പ്രഖ്യാപനങ്ങളും ഇഴകീറി പരിശോധിക്കേണ്ടതുണ്ട്. LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പ്രഖ്യാപനമാണ് കൺവീനർ നടത്തിയത്.